ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കേക്ക് ആർട്ട്. ഇന്ന് നമുക്കൊരു കേക്കാണ് ചെയ്യാനുള്ളത്. ഇതൊരു 3 ടയർ കേക്കാണ്. 3 ലെയേഴ്സിലും 3 ഫ്ലേവേഴ്സാണ് സെറ്റ് ചെയ്യാൻ പറഞ്ഞത്. ബേസിൽ വാൻജോ, സെക്കൻഡ് ടയർ വാനില, ടോപ്പ് പോർഷനിൽ ചോക്കോ ട്രഫിൾ. ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സൊക്കെ വരുമ്പോൾ കുറച്ച് ടാസ്ക്കുള്ള കാര്യമാണ്. കാര്യം നമുക്ക് ഒരേ ഫ്ലേവേഴ്സ് ആകുമ്പോഴേക്കും പെട്ടെന്ന് നമ്മുടെ ബേക്കിംഗ് പണി കഴിയും, കുറച്ചുകൂടി ഈസി ആയിരിക്കും. അപ്പോൾ ഇതിൽ ഞാൻ സെറ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ ബേസ് വാൻജോ 2 kg, പിന്നെ സെക്കൻഡ് ലെയറിൽ വരുന്ന വാനില 1 kg, ടോപ്പ് പോർഷനിൽ വരുന്ന ചോക്കോ ട്രഫിൾ 1/2 kg. ഇങ്ങനെയാണ് കേക്ക് സെറ്റാക്കിയത്. ഇതൊരു 4 വയസ്സുള്ള മോളുടെ ബർത്ത്ഡേ കേക്കായിരുന്നു. ഇവരുടെ ഒരു ഫ്രണ്ട് വഴിയാണ് എനിക്ക് ഓർഡർ വരുന്നത്. ആ ചേട്ടൻ ഞങ്ങളുടെ ഇവിടെ ഉള്ളതാണ്. അപ്പോൾ പുള്ളിക്കാരൻ എന്നെ ഇൻസ്റ്റ വഴി കോൺടാക്ട് ചെയ്തു. ഫസ്റ്റ് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു, മോൾ ഇങ്ങനെയാണ്, ഒരു ബർത്ത്ഡേ ഉണ്ട്, ഒരു കേക്ക് വേണമെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ ഓക്കെ ചേട്ടാ പറഞ്ഞു. അപ്പോൾ ഡീറ്റെയിൽസൊക്കെ ഞാൻ 2 ദിവസത്തിൽ പറയാമെന്ന് പറഞ്ഞിട്ട് പുള്ളി പോയി. പിന്നെ ഒരു 2 ദിവസം കഴിഞ്ഞ് വന്നപ്പോൾ എനിക്ക് ഒരു 3 ഫോട്ടോസ് അയച്ചു തന്നു. 3 കേക്കിൻ്റെ ഫോട്ടോസ് റെഫറൻസ് ആയിട്ട് അയച്ചു തന്നു. അത് ഞാനിവിടെ കൊടുക്കാവേ. എന്നിട്ട് പറഞ്ഞു ഇതേപോലെ 3 ടയർ കേക്ക് വേണം. എന്നിട്ട് ഈ കേക്കിലെ പോലെ റാസ്പുൻസലിൻ്റെ ഹെയർ ഈ 3 ലെയേഴ്സിലും കൂടി ഇങ്ങനെ ചുറ്റി ചുറ്റി കിടക്കുന്നതായിട്ട് ചെയ്യണം. പിന്നെ ഈ 3ാമത്തെ കേക്കിലെ പോലെ നെയിമും നമ്പരും ഇതുപോലെ ചെയ്യണം. ഇതായിരുന്നു റിക്വയർമെൻറ്റ്സ് പറഞ്ഞത്. അപ്പോൾ ഈ 3 പിക്കും ഞാനിങ്ങനെ കുറച്ച് നേരം ഒന്ന് നോക്കി, എന്താ ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ പറഞ്ഞ് നോക്കിയിട്ട് ഞാൻ പറഞ്ഞു, ആ ചേട്ടാ പിന്നെ എന്താ ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. ഓക്കെ, ആക്ച്വലി എനിക്ക് നല്ല രീതിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും എനിക്ക് ഇങ്ങനെയുള്ള വർക്കുകളൊക്കെ ചെയ്യാൻ വേണ്ടി കുറച്ച് ഇഷ്ടം കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ ഡിസ്കഷൻ എല്ലാം കഴിഞ്ഞു. ഡിസ്കഷൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ചേട്ടൻ എനിക്ക് ഇൻസ്റ്റയിൽ ഒരു 2 റീൽ അയച്ചു. ഞാൻ നോക്കുന്നത് എന്താ ഈ പുള്ളി എനിക്ക് റീലൊക്കെ അയക്കുന്നത്. അങ്ങനെ ഞാൻ എടുത്ത് നോക്കിയപ്പോൾ വേറെ എവിടെയോ, എനിക്ക് തോന്നുന്നു ഡൽഹിയിൽ എന്തോ ആണെന്ന് തോന്നുന്നു, ഒരു പാർട്ടി അവരുടെ മോൻ്റെ ബർത്ത്ഡേക്ക് കേക്ക് ഓർഡർ ചെയ്തു. ഒരു ഹോം ബേക്കറിൻ്റെ കയ്യിൽ നിന്നാണ് അവർ കേക്ക് ഓർഡർ ചെയ്തത്. അപ്പോൾ ബർത്ത്ഡേയുടെ അന്ന് കേക്കൊക്കെ അടിപൊളിയായിരുന്നു. മീൻസ് ആ മോനും കേക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അവന് ഇഷ്ടപ്പെട്ട തീമിലൊക്കെ ആ കേക്ക് ചെയ്തു കൊടുത്തേ. പക്ഷേ പ്രോബ്ലം എന്തെന്ന് പറഞ്ഞാൽ ആ കേക്കിനകത്ത് ഒരു മെറ്റൽ പീസ് ഉണ്ടായിരുന്നു. അത് ഒന്നൊന്നുമല്ല, കുറച്ചധികം മെറ്റൽ പീസസ് ഉണ്ടായിരുന്നു. അതും ഇതുപോലെ ടയർ കേക്ക് ആയതുകൊണ്ട് തന്നെ ഇവർ വെയിറ്റ് ബാലൻസ് ചെയ്യാനായിട്ട് ഇത് കൊടുത്തിരുന്നതാണ്. പക്ഷേ അങ്ങനെ ഒരു സാധനം അതിനകത്ത് വെക്കുന്നുണ്ടെന്ന് കസ്റ്റമറിനെ ഇവർ അറിയിച്ചിട്ടില്ലായിരുന്നു. ഓർഡർ പ്ലേസ് ചെയ്യുന്നത് മുതൽ ഓർഡർ ഡെലിവറി ചെയ്തത് വരെ അവർ ആ കസ്റ്റമറിനെ ഈ കേസ് അറിയിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല. ബട്ട് ഇത് കേക്ക് കട്ട് ചെയ്യുന്ന ടൈമിൽ ഇവരും കഴിച്ചു, ഈ കുഞ്ഞും കഴിച്ചു, കൂടെയുള്ള പിള്ളേരും കഴിച്ചു. അങ്ങനെ ഈ കൂടെയുള്ള പിള്ളേർ കഴിക്കുന്ന കണ്ടിട്ട് അതിലൊരു പാരൻ്റാണ് ഇത് നോട്ടീസ് ചെയ്തത്, ഇങ്ങനൊരു പീസ് ഉണ്ട് എന്ന് പറഞ്ഞ്. അങ്ങനെ നോക്കി മോന് പിന്നെ പെട്ടെന്ന് വയ്യാണ്ടായി ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി. അപ്പോൾ ആ മോൻ്റെ വയറ്റിനകത്ത് നിന്ന് 2 മെറ്റൽ പീസസ് അവരെടുത്തേ. ആ വീഡിയോയ്ക്കകത്ത് അത് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആ വീഡിയോ പറ്റുകയാണെങ്കിൽ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ലിങ്ക് പിൻ ചെയ്തേക്കാവേ. അപ്പോൾ എന്നോട് പറഞ്ഞു ഉറപ്പ് വരുത്തണം, ഞങ്ങളുടെ മോളുടെ കേക്കിനകത്ത് ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും വെക്കത്തില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തണം എന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ, ഞാനിങ്ങനെ ചെയ്യാറില്ല. നമ്മൾ ടയർ കേക്ക് ചെയ്യുമ്പോൾ സ്ക്വയർ പ്ലേസ് ചെയ്യാറുണ്ട്. അതൊന്നിൽ വുഡൻ്റെ സ്ക്വയറോ അല്ലെങ്കിൽ പേപ്പർ സ്ക്വയറോ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് മെയിൻലി. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിങ്ങനെ സ്ക്വയർ മാത്രമേ വരത്തുള്ളൂ, അല്ലാതെ വേറൊരു ഐറ്റംസ് ഞാൻ ആഡ് ചെയ്യാറില്ല എന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ, ഇൻ കേസ് എന്തെങ്കിലും വെക്കുവാണെങ്കിൽ പോലും ഞങ്ങൾ അറിയിക്കണം, മേക്ക് ഷുവർ ദാറ്റ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവരുടെ കൺസേൺ എനിക്ക് മനസ്സിലായി. ഓക്കെ എന്ന് പറഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞു. അപ്പം ഞാൻ എന്നിട്ട് ജൂൺ 17 നൈറ്റ് ബേക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുക. 10:30 മണിക്ക് തുടങ്ങിയ വർക്ക് പിറ്റേന്ന് വെളുപ്പിന് 4:30 തീർന്നേ. അതും കംപ്ലീറ്റ് ആയിട്ട് തീർന്നിട്ടില്ല, ബട്ട് എന്നാലും ഓൾമോസ്റ്റ് 4:30 ഞാൻ ചെയ്തു തീർത്തേ. അപ്പം നിങ്ങൾ വിചാരിക്കും ലേറ്റായിട്ട് തുടങ്ങിയോണ്ടല്ലേ ലേറ്റായിട്ട് തീർന്നതെന്ന്. ആക്ച്വലി ഞാൻ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ എൻ്റെ വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ 5:30 ആവും. പിന്നെ വീട്ടിൽ കുറച്ച് ട്യൂഷൻ്റെ പരിപാടിയുണ്ട്. കുഞ്ഞു പിള്ളേരായതുകൊണ്ട് തന്നെ നമ്മൾ അവർക്ക് ശ്രദ്ധ കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് ട്യൂഷനും എല്ലാം കഴിഞ്ഞ് പിന്നെ ഫുഡൊക്കെ കഴിച്ചൊന്ന് റിലാക്സ്ഡ് ആയിട്ടാണ് ഞാൻ വർക്കിന് കയറാറ്. അങ്ങനെയാണ് ഈ 10:30 എന്നുള്ളത് ആയി. ഓക്കെ, അപ്പോൾ അങ്ങനെ ബേക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് 2 സെറ്റായിട്ട് ബേക്ക് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഫസ്റ്റ് ബേക്ക് ചെയ്യാനുള്ളതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചതും കറണ്ട് പോയി. ആഹാ, എന്താ സുഖമല്ലേ.
അങ്ങനെ പിന്നെ വെയിറ്റ് ചെയ്തു. ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പിന്നെ പെട്ടെന്ന് കറണ്ട് വന്നു. പിന്നെ അതെല്ലാം കഴിഞ്ഞു. വീഡിയോയുടെ ആംഗിളും പൊസിഷനും ഒക്കെ നോക്കി നിന്ന ടൈമിൽ കുറച്ചൊക്കെ മിസ്സായിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണുമ്പോൾ മനസ്സിലാകും. കണ്ടിന്യൂസ് ആയിട്ട് പൊയ്ക്കൊണ്ടിരുന്നിട്ട് കുറച്ച് പാർട്സൊക്കെ ഇതിനകത്ത് മിസ്സിങ് ആണ്. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞു. സെക്കൻഡ് ലെയർ ബേക്ക് ചെയ്യാനായിട്ട് അപ്പോൾ ഈ ഫസ്റ്റ് ലെയർ ബേക്ക് ചെയ്ത് തീർന്ന ടൈം കൊണ്ട് സെക്കൻഡ് ലെയറിലത്തേക്കുള്ള എല്ലാം സെറ്റാക്കാമെന്ന് പറഞ്ഞു. സെക്കൻഡ് ലെയറിൻ്റെ വർക്ക് തുടങ്ങിയ ടൈമിലാണ് ക്ഷണിക്കപ്പെടാതെ ഒരു അതിഥി വന്നത്. ആ അതിഥിയെ ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാവേ. പുള്ളി വന്നപ്പോൾ പിന്നെ കുറച്ച് നേരത്തേക്ക് ഞാൻ പോസായി. പിന്നെ ഞാൻ പോയി എൻ്റെ ബ്രദറിനെ വിളിച്ചുകൊണ്ട് വന്നു. പുള്ളി പിന്നെ നന്നായിട്ടൊന്ന് സ്വീകരിച്ച് വിട്ടിട്ടുണ്ടായിരുന്നു. ദെൻ ബാക്ക് ടു വർക്ക് കയറി സെക്കൻഡ് സെറ്റെല്ലാം ഞാൻ റെഡിയാക്കി. കേക്ക് ഓവനകത്ത് വെച്ചതും രണ്ടാമത്തെ പ്രാവശ്യം കറണ്ട് പോയി. അങ്ങനെ മൊത്തത്തിൽ 3 പണിയാണ് എനിക്ക് ഈ ഒരൊറ്റ കേക്കിൽ കിട്ടിയത്. അതും കഴിഞ്ഞു. പിന്നെ അതിൻ്റെ കൂടെ കറണ്ട് പോയപ്പോൾ അതിൻ്റെ കൂടെ എൻ്റെ കോൺഫിഡൻസും കൂടെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നിന്നപ്പോൾ കറണ്ട് വന്നു. പിന്നെ ആ കിട്ടിയ ഗ്യാപ്പിൽ കറണ്ട് ഉണ്ടായിരുന്ന ആ ഗ്യാപ്പിൽ ഞാൻ പിന്നെ നേരത്തെ കുറച്ച് ക്രീമൊക്കെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും പിന്നെ ഫസ്റ്റ് പാർട്ട് സെറ്റ് ചെയ്തത് എല്ലാം ഒന്ന് ഐസിങ് ചെയ്ത് റെഡിയാക്കി. ഐസിങ്ങിൻ്റെ പകുതി എല്ലാം കഴിഞ്ഞു. അതായത് ഐസിങ് ഒന്ന് പകുതിയെല്ലാം സെറ്റായി വന്നപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. 3 ടയർ കേക്കാണല്ലോ, അപ്പോൾ 3 സെറ്റായിട്ടാണല്ലോ നമ്മൾ കേക്ക് സെറ്റ് ചെയ്തത്. എല്ലാം കഴിഞ്ഞു. ഇതിനി എവിടെ വെക്കും? ഫ്രിഡ്ജിൽ വെക്കാൻ സ്ഥലമില്ല. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല. ഉറങ്ങിക്കിടന്ന് എൻ്റെ പോരാളിയെ വിളിച്ചുകൊണ്ട് വന്നു. എന്നിട്ട് എനിക്കുള്ള സ്പേസൊക്കെ ഞാൻ സെറ്റാക്കി. വെളുപ്പിൻ്റെ 2:30 മണിക്ക് ഉറക്കത്തുനിന്ന് വിളിച്ചതിന് ഇപ്പോൾ എൻ്റെ അമ്മ എന്നെ ചീത്ത വിളിച്ചില്ല. എൻ്റെ അമ്മ മുത്താണ് ഗൈസ്. അങ്ങനെ പിന്നെ കേക്കൊക്കെ ഫുള്ള് സെറ്റാക്കി. അപ്പോൾ ഇത് നല്ലപോലെ സെറ്റായാൽ മാത്രമേ നമുക്ക് സ്റ്റാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ പിന്നെ കേക്കിൻ്റെ പരിപാടിയൊക്കെ ഏകദേശം തീർത്തിട്ട് ഞാൻ പിന്നെ നേരെ ഫോണ്ടൻ്റ് വർക്കിലോട്ട് കടന്നു. ആദ്യം നമുക്ക് റാസ്പെനൽസിൻ്റെ ഹെയർ സെറ്റ് ചെയ്യാം. ഈ പേര് ഇങ്ങനെയാണോ പ്രൊനൗൺസ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല കേട്ടോ. അവിടെയാണ് നെക്സ്റ്റ് പണി വരുന്നത്. എൻ്റെ കയ്യിൽ യെല്ലോ കളർ തീർന്നു. ഞാൻ ഈ സംഭവം അറിഞ്ഞിരുന്നില്ല. പിന്നെ കുറച്ച് പാടുപെട്ടിട്ടാണെങ്കിലും കുറച്ചല്ല, നല്ല അത്യാവശ്യം പാടുപെട്ടിട്ട് ഞാൻ ഈ കളർ ഏകദേശം സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ പ്രിൻ്റ് വെക്കുന്നതും ഈ ഹെയറിൻ്റെ കളറും ഏകദേശം സെയിം ആയിരിക്കണമല്ലോ. അപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ ഏകദേശമൊക്കെ സെറ്റാക്കി. നിങ്ങൾക്ക് ആക്ച്വലി ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാകും ഹെയർ രണ്ട് കളറിലായിരിക്കുന്നതെന്നുള്ളത്. പിന്നെ അങ്ങനെയാണല്ലോ, നമുക്ക് സമയമില്ലാത്ത സമയത്താണല്ലോ ഏതെങ്കിലുമൊക്കെ അബദ്ധങ്ങൾ പറ്റാറുള്ളത്. അത് നിങ്ങൾ വലുതായിട്ട് കാര്യമാക്കണ്ട, അത് വിട്ടേക്ക്. അങ്ങനെ പിന്നെ അത് സെറ്റ് ചെയ്തൊരു സൈഡിൽ വെച്ചു. അപ്പം ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ ഒരാളിരുന്ന് നോക്കുന്നുണ്ടോ? ഈ പുള്ളിക്കാരി വിചാരിക്കുമായിരിക്കും, ഇവളിത് എന്ത് തേങ്ങയായി കാണിക്കുന്നത്, എൻ്റെ മുടി ഇങ്ങനെയാണോ എന്നൊക്കെ. എന്തായാലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ എന്നുള്ള മട്ടിലാണ് ഞാൻ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചത്. എന്നിട്ട് പിന്നെ നമുക്ക് റൈറ്റിങ്സും നമ്പരും ഒക്കെ ഞാൻ സെറ്റ് ചെയ്തു. അതും ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടു പോയിട്ടുണ്ട്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ 4:30 മണിയായി. എനിക്കാണെങ്കിൽ 6 മണിക്കൊരു ഹോസ്പിറ്റൽ വിസിറ്റ് ഉണ്ടായിരുന്നു. അത്യാവശ്യമായിട്ടൊന്ന് ഹോസ്പിറ്റൽ വരെ പോകണമായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും കിടന്നാൽ എണീക്കത്തില്ല എന്ന് എനിക്ക് തന്നെ അറിയാവുന്നതുകൊണ്ട് ഞാൻ പിന്നെ കിടക്കാൻ നിന്നില്ല. ഇതിൽ വെക്കാനുള്ള കുറച്ച് ലേസർ പ്രിൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കാം എന്നുള്ള രീതിക്ക് അത് കട്ട് ചെയ്യാനായിട്ട് ചെന്നിരുന്നു. അപ്പോൾ നല്ല രീതിക്ക് ബാക്ക് പെയിൻ ഉണ്ട്. അപ്പോൾ ഒന്ന് കിടന്ന് കട്ട് ചെയ്യാം എന്ന് വിചാരിച്ച് കിടന്ന് ഞാൻ പിന്നെ എണീക്കുന്നത് 6 മണിക്കാണ്. 6 മണി കഴിഞ്ഞപ്പോഴാണ് എണീക്കുന്നത്. പിന്നെ പെട്ടെന്ന് ടെൻഷനായി, അയ്യോ കേക്ക് സെറ്റായിട്ടില്ല, ഹോസ്പിറ്റലിൽ നിന്ന് ഇനി എപ്പോൾ വരുമെന്നറിയില്ല. അങ്ങനെ പിന്നെ കസ്റ്റമറിനോട് ഇങ്ങനെ വിളിച്ച് കാര്യം പറഞ്ഞു, ഇങ്ങനെയാണ് കേക്ക് കുറച്ച് ലേറ്റ് ആകും, ഒരു 11 മണിയൊക്കെ ആവുമെന്ന് പറഞ്ഞപ്പോൾ ഓക്കെ പറഞ്ഞു, കുഴപ്പമില്ല 11 മണിക്ക് മതി എന്ന് പറഞ്ഞു. പിന്നെ പെട്ടെന്ന് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഓടി വന്നു. കേക്കൊക്കെ സ്റ്റാക്ക് ചെയ്ത് പ്രിൻ്റൊക്കെ വെച്ച് സെറ്റ് ചെയ്തു. ആ വെപ്രാളത്തിൻ്റെ ഇടയ്ക്ക് ഈ വീഡിയോസൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ കസ്റ്റമർ വന്നതിന് ശേഷമാണ് ഞാൻ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്ക്ഗ്രൗണ്ടൊക്കെ എനിക്ക് നല്ല രീതിക്ക് സെറ്റാക്കാൻ പറ്റിയിട്ടില്ല. അത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. എന്നാലും കുഴപ്പമില്ലാത്ത രീതിക്ക് ഞാൻ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് പറയണേ. ഇത് സ്കൂളിൽ കൊണ്ടുപോയി കട്ട് ചെയ്യാനുള്ള കേക്കായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ട് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അത് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് ആഡ് ചെയ്യാവേ. ഇനിയും അവർക്ക് കേക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇനിയും ഓർഡേഴ്സ് തരാമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് പറയണേ. എൻ്റെ കേക്ക് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് കൂടെ ചെയ്യണേ. അപ്പോൾ ബൈ. കേക്ക് അടിപൊളിയായിരുന്നു.
പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെട്ടു. ടീച്ചേഴ്സും സ്റ്റുഡൻസും എല്ലാം നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. ഒരു കുഴപ്പമില്ലായിരുന്നു. കേക്കൊക്കെ അടിപൊളിയാണ്. ക്ഷണിക്കപ്പെടാതെ ഒരു അതിഥി വന്നെന്ന് പറഞ്ഞില്ലേ, അത് ഈ പുള്ളിയാണ്.